അരേ ബാബ്രേ, ഇഷ്ടമില്ലാതെ ഷാദിക്ക് നിർബന്ധിച്ചത് കൊണ്ട് എന്റെ ബേട്ട ഒളിച്ചോടി. ഓ ഭാഗ് ഗയാ ഭയ്യാ. ഇഷ്ടമില്ലാത്ത കല്യാണോ? ഇവര് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവരല്ലേ? അതെ, എന്റെ ബേട്ടയ്ക്ക് ഇവളെ പത്നിയാക്കാൻ ഇഷ്ടമല്ലായിരുന്നു. ഇവള് വാശി പിടിച്ച് ആത്മഹത്യയെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നെ ഈ ഭയ്യയുടെ നിർബന്ധം കൊണ്ട് ഈ ഷാദി നടത്താൻ തീരുമാനിച്ചേ. ഭയ്യ, ഈ ഷാദി മാറ്റി വെച്ച് എന്റെ ബേട്ട തിരിച്ചു വരും. वो जरूर आएगा. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് നീ. എല്ലാവരുടെയും സമ്മതത്തോടെ ഈ കല്യാണം തീരുമാനിച്ചത്. ഞാനും എന്റെ ബേട്ടയെ സമ്മതിച്ചിട്ടില്ല. മോളെ, ഇവിടെ എന്താ നടക്കുന്നേ? സത്യന്റെ പെങ്ങള് പറയുന്ന നീ കേട്ടില്ലേ? ഇവളും ആ പയ്യനും തമ്മിൽ സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ വിവാഹം തീരുമാനിച്ചത്? പ്രിയ, ടെൻഷൻ അടിക്കണ്ട. ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്റെ മകളുടെ വരൻ എവിടെ പോയി പറ. ഈ ലടിക്കയുടെ ജാതകദോഷം കൊണ്ടാണ് എന്റെ ബേട്ടയെ കാണാതായത്. എന്നിട്ട് മിഥുൻ ബേട്ട എവിടെയെന്ന് എന്റെ പയ്യോട് ചോദിക്കുന്നോ? അയ്യടാ. മിഥുൻ ഒളിച്ചോടി പോയതാണോ അതോ കാണാതായി പോയതാണോന്ന് ആദ്യം നിങ്ങൾ തീരുമാനിക്കും. അതറിയണേലേ ടോസിട്ട് നോക്കേണ്ടി വരും. എന്തായാലും ആരും പിടിച്ചോണ്ട് പോയതൊന്നല്ലോ. മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് കല്യാണം മുടങ്ങി എന്റെ മോളെ ഇനി ആര് കല്യാണം കഴിക്കും? ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. നിങ്ങളുടെ ബേട്ടയ്ക്ക് എത്ര നഷ്ടപരിഹാരം വേണമെങ്കിലും എന്റെ പയ്യെ തരും. വേണമെങ്കിൽ വേറെ ലിട്കയും അറേഞ്ച് ചെയ്ത് തരും. അയാളല്ലാതെ മറ്റാരും എന്റെ കഴുത്തിൽ താലി കെട്ടില്ല. ആ, മുഹൂർത്തത്തിന് സമയമായി. എല്ലാരും വന്നോളൂ. അരേ പുരോഹിത്, ഈ ഷാദി ക്യാൻസൽ ചെയ്തു. കാരണം ഈ ലഡ്കിയുടെ കുണ്ടലി ദോഷം. ഞാനിനി ജീവിച്ചിരിക്കില്ല, ചത്തുകളയും. മോളെ 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 നിക്ക്, പോലെ നിക്ക്, നമുക്ക് സംസാരിക്കാം.